ഡോക്ടർ മോഹൻ വർഗീസ, ഇപ്പോൾ മന്ത്രിസഭയിൽ OBCയുടെ റെപ്രസെൻറ്റേഷൻ 27 പ്രാതിനിധ്യം, SC/ST 10, മൈനോറിറ്റി 4, ബട്ട് നോ മുസ്ലിം റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ UP-യിൽ ഒക്കെ മുസ്ലിം വോട്ടുകൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷ ആയിരുന്നു, പക്ഷേ അത് പ്രതീക്ഷ പോലെ കിട്ടിയില്ല. മുസ്ലിം പ്രതിനിധി കൂടി കേന്ദ്ര മന്ത്രിസഭയിൽ വരേണ്ടതായിരുന്നില്ലേ അല്ലേ? ഇന്ത്യയുടെ ജനസംഖ്യയുടെ 14% വരുന്ന മുസ്ലിം സമുദായത്തിന് സ്വാഭാവികമായി സാമുദായിക ഒരു ശതമാനത്തിന് ആനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കേണ്ടതാണ്. പലപ്പോഴും ഇന്ത്യ മുന്നണിയിലൊക്കെ ഉള്ള കക്ഷികളിൽ ഒരുപാട് മുസ്ലിം കാൻഡിഡേറ്റ്സ് ജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ NDA മുന്നണിയിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാൻഡിഡേറ്റ് മാത്രം, കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥിയായി ഫീൽഡ് ചെയ്യപ്പെട്ടത്. ആ സ്ഥാനാർത്ഥിയും ജയിച്ചു വന്നില്ല. അപ്പോൾ ഇവിടെ BJPക്ക് മുസ്ലിം MP-മാരില്ല. ഘടകകക്ഷികൾക്കും ഇസ്ലാമിക സഹോദരന്മാരിൽ MP-മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വരണമെങ്കിൽ ഒന്നുകിൽ ഇതിന് പുറത്ത് നിന്നുകൊണ്ട് ഇപ്പം കേരളത്തിലെ AP അബ്ദുള്ള കുട്ടിയെ പോലെ ആരെയെങ്കിലും ലോക്സഭാ അംഗമോ രാജ്യസഭാ അംഗമോ അല്ലാത്ത ഒരാളെ ഇപ്പം ജോർജ് കുര്യനെ കൊണ്ടുവന്നതുപോലെ ഇതിന് പുറത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനൊരു പ്രതീകാത്മകതയുണ്ട്. അപ്പോൾ ആ പ്രതീകാത്മകത വേണ്ട എന്ന് വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു തീർച്ചയായും മന്ത്രിസഭ പുനഃസംഘടന വരുമ്പോൾ അത് ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടേക്കാം. മുൻകാലത്തൊരു ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുക്താർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു, പലപ്പോഴും BJPയുടെ വക്താക്കളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മൊത്തത്തിൽ ഇസ്ലാമിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും വളരെ പ്രതീകാത്മകം തന്നെയാണ് ജോർജ് കുര്യൻ. വെറും പ്രതീകാത്മകമെന്ന് മാത്രം തുച്ഛീകരിച്ച് കാണിക്കാനാവില്ല. അദ്ദേഹം സംഘടനയുടെ താഴെ തട്ടിൽ നിന്ന് തന്നെ ഘട്ടം ഘട്ടമായി ഉയർന്നു വന്നയാളാണ്. അദ്ദേഹം ഈ യുവമോർച്ച പ്രവർത്തകനായി തുടങ്ങി. അതിനു മുമ്പ് തന്നെ വിദ്യാർത്ഥി ജനത 80-83 ജനതാ പാർട്ടിയുടെ കാലത്ത് 77-80 കാലത്തെ വിദ്യാർത്ഥി ജനതയിൽ പ്രവർത്തിച്ച് നാട്ടകം ഗവൺമെൻറ് കോളേജിലും അതുപോലെ മാന്നാനം KE കോളേജിലും പാലാ സെൻറ്റ് തോമസ് കോളേജിലും ഒക്കെ പ്രവർത്തിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യുവജന സംഘടനയിലൂടെ വന്ന്, അല്ലാതെ വൺ ഫൈൻ മോർണിംഗ് അനിൽ ആൻ്റണി കടന്നു വന്നതുപോലെ നാടകീയമായി ഉള്ള വരവായിരുന്നില്ല. അതിനുള്ള അംഗീകാരം കൊടുത്തു. അത് മാത്രമല്ല, ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ മുൻ വൈസ് ചെയർമാൻ. വിവിധ സഭകളുടെ, ഈ ക്രൈസ്തവ സമുദായം മാത്രമല്ല വിവിധ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവാന്തര വിഭാഗങ്ങളിലേക്ക് കടന്നിറങ്ങിയിട്ടുള്ള പരിചയമുള്ള ഒരു മുഖം തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം പ്രാതിനിധ്യം എന്ന കണത്തിൽ കുര്യനെ പെടുത്താനാവില്ല എങ്കിലും, ജോർജ് കുര്യനെ പെടുത്താനാവില്ല എങ്കിലും തീർച്ചയായും മുസ്ലിം താല്പര്യം കൂടി സംരക്ഷിക്കാൻ പറ്റുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നൽകിയത് മറ്റൊരു വകുപ്പ്, ഏറ്റവും കേരളത്തിന് ഗുണപരമാകുന്ന വകുപ്പാണ്. അത് ഫിഷറീസ് വകുപ്പാണ്. അപ്പം മൃഗസംരക്ഷണം, ഫിഷറീസ്, ന്യൂനപക്ഷ ക്ഷേമം, ഇവിടെയൊക്കെ കാര്യമായ ഒരു പങ്കാളിത്തം വഹിക്കാൻ, റോള് വഹിക്കാൻ കുര്യന് കഴിയും. അപ്പോൾ ഇസ്ലാമിക താല്പര്യം, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ്, അത് മുസ്ലിം സഹോദരന്മാരുടെ താല്പര്യമാണ്. ഇത് സംരക്ഷിക്കാനുള്ള ഘടനാപരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടോ എന്നതിനേക്കാൾ കൂടുതൽ, ഇപ്പം ഒരു ജനാധിപത്യ ക്രമത്തിൽ സമുദായങ്ങൾ തിരിച്ചല്ലല്ലോ മന്ത്രി ഉണ്ടാകേണ്ടത്. പക്ഷേ സ്വാഭാവികമായി ഒരു പ്ലൂറലിസ്റ്റ് രാജ്യമാണ്, ബഹുല സമൂഹമാണ് ഭാരതം. അവിടെ എല്ലാത്തരം വിഭാഗങ്ങളെയും, പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ മുസ്ലിം സമുദായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മുസ്ലിം സമുദായത്തിൽ നിന്നും 2 മന്ത്രിമാർ, ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയും എങ്കിലും ഉണ്ടാകേണ്ടിയിരുന്നു. ഏതെങ്കിലും ഘടകകക്ഷികളിൽ നിന്ന് തന്നെ ആണെങ്കിൽ പോലും സാരമില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ OBCയുടെ കാര്യം എന്നെ സർപ്രൈസ് ചെയ്യുന്നു. കാരണം ഇന്ത്യയിലെ 50 മുതൽ 60% വരെ ജനസംഖ്യ അതർ ബാക്ക്വേർഡ് ക്ലാസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ്. OBC പ്രാതിനിധ്യം 27% ചുരുങ്ങുമ്പോൾ അത് കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ്. കാരണം അവിടെയാണ് ശ്രീ നരേന്ദ്രമോദി OBC വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണ്. അതൊരു വലിയ ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ നിർണായകമായ നേട്ടം കൊയ്യാൻ BJPയെ സഹായിച്ചതും ആ ഒരു OBC ബാഡ്ജാണ്. അപ്പോൾ അവിടെ കൂടുതൽ പേരുണ്ടാകേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ക്രൈസ്തവ പ്രാതിനിധ്യം, അതുപോലെ സിഖ് സമുദായത്തിന് പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു. പഞ്ചാബിൽ നിന്നും BJPയുടെ ലേബലിൽ മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതൊരു നിർണായകമായ കാര്യമാണ്. അതുകൊണ്ട് ഈ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സബ്കാ വികാസ്, സബ്കാ സാത്ത്, സബ്കാ പ്രയാസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യമുണ്ടോ എന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമായിരിക്കില്ല,
ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ശ്രീ അനിൽ പറഞ്ഞതുപോലെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് അതിനെ മുസ്ലിം ഇൻട്രസ്റ്റുകൾ, ആ സമുദായത്തിൻ്റെ ഇൻട്രസ്റ്റ് പല മാധ്യമങ്ങളും അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ചർച്ചയും നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു കാണിച്ചത്. മറ്റൊരു കാര്യം, ഈ സാധാരണ ഈ പ്രവാസി കാര്യം, ഈ ഫോറിൻ അഫയേഴ്സ് വിദേശകാര്യ സഹമന്ത്രിയായിട്ട് ഏതെങ്കിലും ഒരു മലയാളി വരാറുണ്ട്, പ്രത്യേകിച്ച് അറബ് നാടുകളിലുള്ള മലയാളികളുടെ പ്രാതിനിധ്യം കണക്കിലെടുത്തുകൊണ്ട്. ഈ രണ്ട് മന്ത്രിമാരിൽ ആർക്കെങ്കിലും വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതും ഉണ്ടായില്ല. വി മുരളീധരനായിരുന്നല്ലോ വിദേശകാര്യ സഹമന്ത്രി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മധ്യപൗരസ്ത്യ പ്രദേശത്തെ വലിയ ഒരു സാന്നിധ്യം, അവിടെ നിന്നാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പോലും ഉണ്ടാകേണ്ടത്. നാട്ടിലേക്കുള്ള ഫോറിൻ റെമിറ്റൻസ് വരേണ്ട ഒരു വലിയ പ്രദേശം ഈ ഗൾഫ് നാടുകളാണ്. അപ്പം അവിടെ ആ താല്പര്യം, മലയാളിയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഒരു പക്ഷേ വിദേശകാര്യ സഹമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഒരുപക്ഷെ ഇതാരാണ് ഇപ്പോൾ നിലവിൽ വിദേശകാര്യ സഹമന്ത്രി എന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഒരുപക്ഷെ ഇവരിൽ ആർക്കെങ്കിലും തന്നെ ആ പദവി കൂടെ സുരേഷ് ഗോപിക്കോ അല്ല എങ്കിൽ ജോർജ് കുര്യനോ അതുകൂടി കിട്ടിക്കൂടായികയില്ല. പക്ഷേ ഇപ്പം കിട്ടിയ വകുപ്പുകൾ അനുസരിച്ച് കേരളത്തിന് ഗുണമുണ്ടാകേണ്ട വകുപ്പുകൾ തന്നെയാണ്. തീർച്ചയായും ഫിഷറീസ്, ഇപ്പം 6 വകുപ്പുകൾ ഇവിടെ പ്രസക്തമാണ്. പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ്, ഇത് വളരെ നിർണായക വകുപ്പാണ്. പക്ഷേ കേരളത്തിന് നേരിട്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കേരള തീരത്ത് ദീർഘമായ തീരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ എണ്ണ പ്രകൃതിവാതക പര്യവേഷണത്തിന് പുതിയ പദ്ധതികളും കാര്യങ്ങളും ONGC ഘടകങ്ങളൊക്കെ തന്നെ സാധ്യതയുണ്ട്. അത് കേരളത്തിൽ നിന്നും ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പ് സുരേഷ് ഗോപിക്കാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സുരേഷ് ഗോപിക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട കാര്യം, ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ സാംസ്കാരിക വകുപ്പ് ലഭിക്കേണ്ടതായിരുന്നു. അതാർക്കാണ് ഇപ്പോൾ അലോട്ട് ചെയ്തത് എന്ന് വ്യക്തമല്ല. പക്ഷേ ഇപ്പോൾ ലഭിച്ച വകുപ്പ് വളരെ നല്ല വകുപ്പ് തന്നെയാണ്. അതുപോലെ ജോർജ് കുര്യൻ ലഭിച്ച ഫിഷറീസ് അത്ഭുതകരമായ സാധ്യതകളുള്ള വകുപ്പാണ്. ഇവിടെ അതിനകത്ത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട് ശ്രീ അനിൽ. കാരണം ഇവിടെ കേരളത്തിന് 140 നിയമസഭാ മണ്ഡലങ്ങൾ, ഇനിയിപ്പോൾ 2 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 40 മണ്ഡലങ്ങളെങ്കിലും തീരദേശ മണ്ഡലങ്ങളാണ്. അവിടെ മത്സ്യത്തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ക്ഷേമ പദ്ധതികളും കേന്ദ്ര പദ്ധതികളും തീരദേശത്തിന് സമഗ്രമായ വികസനം, അടിസ്ഥാന വികസനം, പ്രകൃതിക്ഷോഭം, അത് മാത്രമല്ല കടൽ കയറ്റം, ഇതെല്ലാം തന്നെ ദീർഘമായി പരിഹരിക്കാതിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ വഴി ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് മൃഗസംരക്ഷണം എന്നതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ള വകുപ്പാണ് മൃഗസംരക്ഷണം. സാധ്യതയുള്ള വകുപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ജോർജ് കുര്യനെ വളരെ നിർണായകമായ ഒരു പ്രാതിനിധ്യമുണ്ട്. അതുപോലെ ടൂറിസം ഹബ്ബായി മാറ്റാൻ സുരേഷ് ഗോപി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തെ ഒരു പറുദീസയാക്കി മാറ്റാൻ സാധിക്കും. ഇത് ഹൈപ്പോത്തറ്റിക്കലാണ്, സാധിക്കും. പക്ഷെ നമ്മുടെ ഒരു നമ്മുടെ മലയാളികളുടെ പൊതുവെയുള്ള ഒരു ടൂറിസത്തോടുള്ള നിലപാട് മാറണം. ഇത് ടൂറിസം സൗഹൃദമായ ഒരു മനസ്സ് രൂപപ്പെടണം. ഹോം സ്റ്റേകൾ ഉണ്ടാകണം. ഇതെല്ലാം ആ രീതിയിൽ മലയാളി മാറി ചിന്തിച്ചാൽ സ്വാഭാവികമായി വകുപ്പ് കേന്ദ്രത്തിൻ്റെ കൈവശം, സുരേഷ് ഗോപിയുടെ കൈവശമുണ്ട്. അതുകൊണ്ട് എങ്ങനെ നോക്കുമ്പോഴും ഇതൊരു പ്രയോജനകരമായ കാര്യമാണ്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഏകാക്ഷേപം. അതെനിക്കും ആക്ഷേപം തോന്നുന്നുണ്ട്. കാരണം 1-2 മന്ത്രിമാരുണ്ടാക്കാമായിരുന്നു. അത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി നിൽക്കാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എന്ന പ്രതീകാത്മകതയ്ക്ക് അത് ആവശ്യമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.